മഹാന്മാരായ മശായിഖന്മാരടുത്ത് പോകുമ്പോൾ ആലിമിനോടാണെങ്കിൽ പ്രത്യേകം ഓല് പറയും, എത്ര വയസ്സായി? നല്ല നല്ല ചോദ്യമൊക്കെ ആദ്യം ചോദിക്കും. ദീനിൽ എത്ര വയസ്സായി എന്ന് ചോദിക്കും. എ.പി. അബൂബക്കർ മുസ്ലിയാർ ഈ കാലഘട്ടത്തിലെ ഉന്നതമായ ഒരു ഹദറത്തിലെത്തിയപ്പോൾ അവിടെ നിന്ന് ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണ് ദീനിൽ എത്ര വയസ്സായി എന്ന്. അതിൻ്റെ ചില ക്ലിപ്പുകളൊക്കെ നമ്മൾ കാണിച്ചു, ഓർമ്മ ഉണ്ടാവും. ലാസ്റ്റ് കച്ചവടത്തിന് പോയതാന്നൊക്കെ പറഞ്ഞ് ഒഴിവായത്. അപ്പോൾ ദീനിൽ എത്ര വയസ്സായി ഒരു ഉത്തരവില്ല. കാരണം എന്താ, ദീനിൽ വയസ്സ് എന്ന് തന്നെ ഓർമ്മല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെ അറിയില്ലല്ലോ. ദീനിൽ ഒരു LKG എത്താനുള്ള വയസ്സ് പോലും ആയിട്ടില്ല, AD എത്തിയിട്ടില്ല, 0-യിലാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു അവർ. അതുകൊണ്ട് ഇനി കുറഞ്ഞ കാലല്ലേ ഉള്ളൂ. ഈ വയസ്സ് കാലത്തെങ്കിലും കോപ്രായങ്ങളും കാട്ടിക്കൂട്ടലുകളും ഒഴിവാക്കി അനാവശ്യമായ കറക്കവും ചുറ്റിത്തിരിയലൊക്കെ ഒഴിവാക്കിയിട്ട് അവനാൻ്റെ നെഫ്സിൻ്റെ ഭാഗം നോക്കി ഒരു ഭാഗത്തിരുന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നവർ നിർദ്ദേശിക്കുന്നത് എന്തിനാ? നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടല്ലേ, ആഖിറമാണ് പ്രധാനം എന്നതുകൊണ്ടാണ്. മരിച്ചു പോവേണ്ടത് മരിച്ചു പോകണം. വധശിക്ഷ നടപ്പിലാക്കുന്നത് ശുപാർശ ചെയ്ത് നീക്കാം. പക്ഷെ അസ്രായീൽ വരുമ്പോൾ പറയാൻ പറ്റില്ല. അസ്രായീൽ അലൈഹിസ്സലാം വരുമ്പോൾ, ഞാൻ ഓൾ ഇന്ത്യ ജമിയത്തുൽ ഉലമൻ്റെ സെക്രട്ടറിയാണ്, അതുകൊണ്ട് തൽക്കാലം ഇതൊന്ന് നീട്ടിവെക്കണം എന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതാ സമയത്ത് തന്നെ സംഭവിക്കും. ഖബറിൽ കിടക്കണ്ടേ, മഹ്ശറയിൽ വരണ്ടേ, അള്ളാഹുവിനെ കണ്ടുമുട്ടണ്ടേ, ആഖിറത്തിന് വേണ്ടി ഒരുങ്ങാൻ സമയമായില്ലയോ? ഇതാണ് നല്ല നിലക്ക് ഉപദേശിക്കുന്നത് മശായിഖുമാർ. അവനവൻ്റെ നഫ്സിൻ്റെ ഭാഗം ഓർത്ത് നല്ല നിലയിൽ നിൽക്കണം. ആവശ്യമായ കാര്യങ്ങൾ അതിൽ ഇടപെട്ട് അത് ക്ലിയർ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞു തന്നത്. ആ ഉപദേശം കേൾക്കാതെ, അവരുടെ വാക്കിന് വില കൽപ്പിക്കാതെ, പിന്നെയും ദുന്യവിയായ സ്ഥാനമാനങ്ങളും ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടവും പത്രക്കാരും ചാനലുകളും പ്രാധാന്യത്തോടെ കൊടുക്കാൻ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളും ഇതുമായിട്ടാണ്